ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ നോമിനേഷനിൽ മാന്യമായ കാര്യങ്ങൾ പറയുകയും തർക്കിക്കുകയും ചെയ്ത രണ്ട് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നമ്മുടെ ജിൻഡോയും അർജുനും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ കാമായിട്ട് ഈ ടാസ്ക് ചെയ്തത് ഇവരാണെന്നല്ല ഇവർ മാത്രമാണെന്ന് പറയാം. പരസ്പരം ടൈം കൊടുത്ത് രണ്ടുപേരും സംസാരിച്ചു. കണ്ടിരിക്കുന്ന നമുക്കാണെങ്കിൽ ഒരു മടുപ്പുമില്ലാതാണ് അവരുടെ ആ തർക്കവും വാഗ്വാദവും എല്ലാം ഫീൽ ചെയ്തത്. അപ്പോൾ ജിൻഡോ ഇങ്ങനെയാണ് പറഞ്ഞത്: ഫസ്റ്റ് വീക്ക് തൊട്ടേ നോമിനേഷനിലുണ്ടായിരുന്ന ഒരാളാണ് ഞാനൊരു സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ നോമിനേറ്റ് ചെയ്യുന്നുമുണ്ട്. പറ്റുന്ന പോലെല്ലാം ഞാൻ ചെയ്യാറുമുണ്ട് കാര്യങ്ങൾ. ടാസ്ക് പെർഫോം ചെയ്യാറുണ്ട്, നല്ലപോലെ പവർ റൂമിൽ വന്നിട്ടുണ്ട്, ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, നല്ലൊരു പെർഫോമറുമാണ്. സോ എനിക്ക് നോമിനേഷനിൽ പോകാൻ പേടിയില്ല. പക്ഷേ അർജുൻ കഴിഞ്ഞ വീക്കിൽ നോമിനേഷനിൽ വന്നിട്ടില്ല. അർജുൻ അതുകൊണ്ട് ഈ വീക്ക് നോമിനേഷനിൽ പോയി പ്രേക്ഷക സപ്പോർട്ട് നേടി അവരുടെ പിന്തുണ. ഇപ്പം നോർമലി അവർക്ക് അർജുൻ എന്താണെന്ന് അറിയണമല്ലോ, അവരുടെ സപ്പോർട്ട്. അതെന്തായാലും അർജുൻ ഉറപ്പുവരുത്തണം. കാരണം ഈ വീക്ക് നോമിനേഷനിൽ പോകാതിരിക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെ തന്നെയാണെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അർജുൻ ഇല്ലാതായിപ്പോവും. സോ അതുകൊണ്ട് തീർച്ചയായും അർജുൻ പോകണമെന്നാണ് ജിൻഡോ പറഞ്ഞത്. അപ്പോൾ അർജുൻ പറഞ്ഞു, ചേട്ടൻ നോമിനേഷൻ പോകാൻ പേടിയുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? ജനവരി തേടിക്കൂടെ ഒന്നുകൂടെ? അപ്പോൾ ഒന്നും കൂടെ ഉറപ്പിക്കാമല്ലോ ചേട്ടന് ജനപിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. എന്നെ ആരും നോമിനേറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ നോമിനേഷനിൽ വരാഞ്ഞത്. അതിൻ്റെ അർത്ഥം ഞാൻ നല്ലൊരു പെർഫോമറാണെന്നല്ല ചേട്ടാ. ഈ വീക്കും അതുപോലെ തന്നെ സെയിം ആയിരുന്നു, ഞാൻ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോമിനേഷൻ പോകാൻ പേടിയില്ല. ബട്ട് ഈ വീക്ക് ഞാൻ പോകേണ്ട കാര്യവുമില്ല. എനിക്ക് ബിഗ് ബോസ് ഏതൊരു ടാസ്ക് തന്നാലും ഞാൻ എൻ്റെ മാക്സിമം പെർഫോം ചെയ്യാറുണ്ട്. അതുതന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കറക്റ്റ് പോയിൻ്റ് പറഞ്ഞ് അർജുൻ കറക്റ്റായിട്ട് ആ പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും നല്ലപോലെ തന്നെ പെർഫോം ചെയ്ത ടാസ്ക്കായിരുന്നത്. രണ്ടുപേരും അതിൽ പോകാനും മീൻസ് നോമിനേഷനിൽ പോകാൻ രണ്ടുപേർക്കും താല്പര്യമില്ല. കാരണം അത് തന്നെയാണ് ഈ ഗെയിമിൻ്റെ സ്പിരിറ്റും. ഈ ടാസ്കും അതിനു വേണ്ടി തന്നെയാണ് കൊടുത്തത്. രണ്ടുപേരും നല്ലപോലെ തന്നെ പെർഫോം ചെയ്തായിരുന്നു ഈ വീക്ക്. അപ്പോൾ രണ്ടുപേരും പോകേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാക്സിമം പൊതുവെ നോക്കുവാണെങ്കിൽ ബാക്കി ഉള്ളവരെ അപേക്ഷിച്ച് മാക്സിമം നല്ലപോലെ തന്നെ അവർ പെർഫോം ചെയ്ത രണ്ടുപേരാണ് ജിൻഡോയും അർജുനും. അപ്പോൾ അവരുടെ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിന്നതും. പക്ഷേ ബിഗ് ബോസിലെ റൂൾ അനുസരിച്ച് രണ്ടുപേർക്കും തീരുമാനമെടുക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടുപേരെ എടുത്ത് നോമിനേഷനിലിടും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്നിട്ട് രണ്ടുപേരും മാന്യമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. അലറി വിളിക്കാനോ കൂകി വിളിക്കാനോ അലമ്പാക്കാനോ ഒന്നുമില്ല. സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് ഗെയിം കളിച്ചത്. അത് കണ്ടിരിക്കുന്നവർക്കും അത്ര സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ അടുത്ത അപ്ഡേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. താങ്ക് യു.